ഹായ് ഫ്രണ്ട്സ്, AR ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വടക്കൻ പറവൂരാണ്. വടക്കൻ പറവൂർ ഒരു 1 കിലോവാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് സോളാർ സിസ്റ്റം ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മധു സാറിന്റെ വീട്ടിലാണ്. മധു പറവൂരാണ്. അപ്പോൾ ആളുടെ വീട്ടിൽ നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യും. ഇവിടെ കറക്റ്റ് എന്താണ് അതോടെ പറയുന്നത്? ചെറിയ പല്ലംതുരുത്ത്. ഒരു തുരുത്താണല്ലേ ഇത് ഏരിയ, പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിലാണ് വീടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ സോളാർ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ്? ഇപ്പൊ നോർമലി നമ്മൾ സാധാരണ ഒരു ഇൻവെർട്ടറോ ബാറ്ററി ആണല്ലോ നമ്മൾ കരുതുക. അല്ല, ആദ്യം നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഓൺ ഗ്രിഡ് ചെയ്യാൻ അപ്പൊ മനസ്സിലായത്, പിന്നെ നമുക്ക് മനസ്സിലായത് ഇതിന്റെ കൃത്യമായിട്ട് നമുക്ക് അറിയില്ലല്ലോ. അപ്പോഴാണ് ഇത് മറ്റേ ബാറ്ററി ഇല്ലാത്തതാണ്, നേരെ പോകും. കറണ്ട് ഉള്ളപ്പോഴേ ഉണ്ടാവുള്ളൂ, ഇല്ലാത്തപ്പോ നിങ്ങൾ വീണ്ടും ഒരു ഇൻവെർട്ടറോ ബാറ്ററി വെക്കട്ടെ. അല്ല, സാധാരണക്കാർക്ക് ചെറിയ ബില്ലൊക്കെ വരുന്നവർക്ക് എപ്പോഴും ബെറ്റർ ഇത്തരത്തിൽ ചെറിയൊരു സിസ്റ്റമാണ്. നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യാം, നമുക്ക് അത്യാവശ്യം കാലം ഉപയോഗിക്കാം, ബാക്കപ്പ് കിട്ടുകയും ചെയ്യും. അപ്പൊ കറണ്ട് പോണ സമയത്ത് ഉണ്ടാവുകയും ചെയ്യും, അത്യാവശ്യത്തിന് ഉണ്ടാവില്ല എന്നുള്ളതിനാണ് സോളാറിലേക്ക് മാറാനുള്ള കാരണം അല്ലേ? അല്ലെങ്കിൽ ഒരു 1 കിലോ വാട്ടിന്റെ ആവശ്യമുള്ളല്ലോ നമുക്ക്. അതിൽ കൂടുതൽ വലിയൊരു സിസ്റ്റത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം നിലവിൽ ഇൻവെർട്ടർ ബാറ്ററി ഇല്ല. അപ്പൊ ഒരു ഇൻവെർട്ടർ എന്തായാലും ആവശ്യമാണ്. കറണ്ട് പോകുന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ. കറണ്ട് മഴ വന്നാൽ ഈ ചുറ്റും മരങ്ങൾ എന്തെങ്കിലുമൊക്കെ വീണിട്ട് കറണ്ട് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മഴ സമയത്ത് എല്ലായിടത്തും വീണ സമയത്ത് ആകുമ്പോൾ നമുക്ക് മാത്രമായിട്ട് വരുമ്പോൾ ചെയ്യലുണ്ടാവില്ല. സാധാരണ നോർമൽ ചെയ്യുന്ന സമയത്ത് അല്ല, അത് ശരിയാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ നമ്മൾ 200 ഏഷ്യന്റെ ബാറ്ററിയാണ്. അപ്പൊ മാക്സിമം നമുക്ക് ബാക്കപ്പ് കിട്ടും. പിന്നെ സോളാറിൽ വർക്ക് ചെയ്യുമ്പോൾ പകൽ സമയത്ത് സോളാറിൽ ബാറ്ററി തന്നെ വർക്ക് ചെയ്യുന്നത്. സോളാർ പാനലിൽ ബാറ്ററി വർക്ക് ബാക്കപ്പ് നമുക്ക് കൂട്ടിയിടല്ല, ബാക്കപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളുടെ ടൈമിംഗ് പീരീഡ് നമുക്ക് കറണ്ടിലോട്ട് ഷിഫ്റ്റ് ആവുന്ന ടൈമിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ SPS-ന്റെ MPPT ഇൻബിൽട്ട് ആയിട്ടുള്ള ഇൻവെർട്ടറാണ്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ സെറ്റിംഗ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്തു തരാം, ആ രീതിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്ന പാനല് പിന്നെ നമ്മളുടെ UTL-ന്റെ പാനലാണ്. അതായത് ഹാഫ് കട്ടിൽ ബൈഫേഷ്യൽ പാനലാണ്. ഇത് നിങ്ങൾ നോക്കി നോക്കൂ, ഇതിന്റെ ബോട്ടം, ഈ ബോട്ടം സൈഡിൽ നിന്ന് കൂടി നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ട്, അതെ, ബോട്ടം സൈഡിൽ നിന്ന് റിഫ്ലക്ട് ശരിക്കും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി പ്രൊഡക്ഷൻ കൂടുന്നതാണ്. നിങ്ങൾ അവിടെ ചെയ്ത മോഡൽ, അതേ മോഡൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടി, അതായത് ഇപ്പൊ കിട്ടുന്നേക്കാൾ കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടും. നമുക്ക് നോർമലി നമുക്കൊരു 2 യൂണിറ്റ് അല്ലെങ്കിൽ 2.5 യൂണിറ്റ് മാക്സിമം ഡേ ടൈമിൽ നമുക്ക് ഇതിന്ന് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. ഒരു സിംഗിൾ പാനലാണ്. 540 വാട്ട്സിന്റെ ഹാഫ് കട്ടിൽ മോണോപ്പറക്കിൽ ബൈഫേഷ്യൽ. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണിത്. അതെ, ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും നമുക്ക് ആംബിയർ പിന്നെ റിഫ്ലക്ട് ചെയ്തിട്ട് ബോട്ടം സൈഡിൽ നിന്നും ടോപ്പിൽ നിന്ന് സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്ന പാനലാണിത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള പാനലാണ് ബൈഫേഷ്യൽ പാനൽ. ഇപ്പോൾ UTL-ന്റെ പാനലാണ്. 25 വർഷത്തിന്റെ 25 ഇയറാണ് ടോട്ടൽ വാറണ്ടി വരുന്നത്. പക്ഷെ 10 ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി 10 ഇയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് അത് പ്രൊഡക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയെ സമീപിച്ച് നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വാങ്ങാം. അവർ വന്ന് എന്തായാലും സർവീസ് കറക്റ്റായിട്ട് കിട്ടും. ഓൺ സൈറ്റ് വാറണ്ടി ഉള്ളതാണ്. അത് ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റാണുള്ളത്. ഇവിടെ നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട്, അവരൊന്നും അറ്റില്ല. അതുപോലെ നമ്മൾ ബാറ്ററി ആണെങ്കിലും ഈ കമ്പനിയുടെ തന്നെ ബാറ്ററി UTL-ന്റെ തന്നെ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയും പാനലും എല്ലാം സെയിം ആണ്. നമ്മൾ ഇൻവെർട്ടർ SPS-ന്റെ MPPT ഇൻബിൽട്ട് ആയിട്ടുള്ള ഇൻവെർട്ടറാണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ പറഞ്ഞാൽ 6 mm കേബിളാണ്. അത് 6 mm പിന്നെ മൈക്രോടെക്കിന്റെ കേബിളാണ്. അപ്പോൾ ഈ മൈക്രോടെക്കിന്റെ കേബിള് 6 mm യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, പിന്നെ നമുക്ക് 6-ന്റെ കേബിൾ ആണെങ്കിലേ നമുക്ക് ഇനി ഭാവിയിൽ ഒരു പാനലിലൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കേബിൾ ചേഞ്ച് ചെയ്യണ്ട, ഇതന്നെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ഡിസ്റ്റൻസ് ഇല്ല, വളരെ കുറഞ്ഞ ഡിസ്റ്റൻസേ ഉള്ളൂ. ശരിക്കും 4 mm കേബിൾ ആണെങ്കിലും ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. കാരണം സിംഗിൾ പാനലൊക്കെ 4-ന്റെ കേബിൾ ആയാലും മതി. പക്ഷേ നമ്മൾ ഇത്രയും താഴെയാണ്, നേരെ താഴെ ഏകദേശം നമുക്ക് ഒരു 5-6 മീറ്റർ കേബിളേ വന്നിട്ടുള്ളൂ. അത്രയും പിന്നെ ലോങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കേബിളിന്റെ ഗേജ് നമുക്ക് കുറഞ്ഞാൽ, പക്ഷേ നമ്മൾ 6-ന്റെ കേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഭാവിയിൽ നമ്മൾ പാനലോ 2 or 3 പാനലാണെങ്കിലും നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയും. കാരണം ഇൻവെർട്ടറിൽ തന്നെ 12 വോൾട്ട്, അത് കഴിഞ്ഞ് 24 വോൾട്ട്, അതിനനുസരിച്ച് ബാറ്ററിയുടെ എണ്ണം കൂടുതൽ ചെയ്യണം. അല്ലാതെ നമുക്ക് ഇൻവെർട്ടറുകൾ അങ്ങനെ വരുന്നില്ല. ഇപ്പൊ നമ്മൾ 12 വോൾട്ടിന്റെ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ 36 വോൾട്ട് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് സിംഗിൾ ബാറ്ററി കൊടുക്കുക, അങ്ങനെ ഓപ്ഷൻ നമുക്ക് ഇല്ല. അത് പല ആളുകളും ചോദിക്കാറുണ്ട്. എങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പല ആളുകളും പല രീതിയിൽ ചെയ്യുന്നുണ്ട് മാത്രം. ശരിക്കും അങ്ങനെ, കാരണം ഒരു മിനിമം ഇത്ര ആംബിയർ അല്ലെങ്കിൽ ഇത്ര വോൾട്ടേജ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഏത് ഇൻവെർട്ടേഴ്സ് ആണെങ്കിലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ.
പിന്നെ അത് നിയമപരമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെ, അതിന് കറക്റ്റ്. അത് പല രീതിയിൽ ആളുകൾ ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ ആ രീതിക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഓൺ ഗ്രിഡിന്റെ ആവശ്യമില്ലല്ലോ. ഒരു നോർമൽ ബില്ല് എത്ര? 2000 വരുന്നത് കൂടും എന്ന് പറയാനില്ല. മഴ ഈ സമയത്ത് ഇനി കുറഞ്ഞ വരുള്ളൂ. മഴ നിൽക്കണം. അല്ല, 2000 2500 ആണെങ്കിൽ നമുക്ക് ഇത് മാക്സിമം ഡേ ടൈമിൽ യൂസ് ചെയ്യണം. ഈ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാല് ഡേ ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്താലുള്ളൂ അത് യൂണിറ്റ് ആയിട്ട് കാണിക്കുള്ളൂ. ഡേ ടൈം നിങ്ങൾ മാക്സിമം യൂസേജ് നടത്തുക. ലൈറ്റുകളും ഫാന് TV മിക്സി ഇതൊക്കെ അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു പോയിന്റ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം ഉപയോഗങ്ങൾ ഇതിലോട്ട് മാറ്റുക. പക്ഷേ ഹെവി ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റും നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. അത് 1 by 1 ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ സിസ്റ്റം. നമുക്ക് അത്യാവശ്യം കറണ്ട് പോണ സമയത്ത് ഈ സാധനം കൊണ്ട് ഉപയോഗം ഉണ്ടാവണം, ബാക്കപ്പ് ഉണ്ടാവണം. ആ രീതിക്കാണ് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പാനൽ ഇതാണ്. അതുപോലെ നമ്മൾ ലൈറ്റിംഗ് അർഷ് ഉണ്ട്. ഇതൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് അർഷ്. പിന്നെ ഒരു 8 മീറ്റർ സറൗണ്ടിങ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അല്ല, മെയിൻലി എന്താ വെച്ചാല് ഇത് ഇടിമിന്നൽ രക്ഷാചാലകം എന്നുള്ളത് പറയാ. പക്ഷെ ഇത് നമുക്കൊരു ഒരു 8 മീറ്റർ സറൗണ്ടിങ് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. മിന്നൽ ഉണ്ടെങ്കിൽ നമ്മളെ പാനലിനും നമ്മളെ വീടിനും കുറച്ച് പ്രൊട്ടക്ഷൻ എന്ന ലെവലിലാണ് ഒരു സറൗണ്ടിങ് ആയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണിത്. അത് നമ്മൾ നേരെ കൊണ്ടുപോയി ഡൗൺ ചെയ്ത് എർത്തിങ്ങിന്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് താഴത്ത് നമ്മൾ ഡൗൺ ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ ഇതൊരു മിന്നൽ രക്ഷാചാലകമാണ്. അപ്പൊ വലിയ എല്ലാ ഇടിയും നമുക്ക് ഇതുകൊണ്ട് തരണം ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കാരണം ഇടിയുടെ അളവ് ആർക്കും അളക്കാൻ കഴിയില്ല. പക്ഷെ ഒരു പരിധി വരെ നമ്മളുടെ പാനലിനും ഇതിനും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ പല ആളുകളും പല രീതിയിൽ ചെയ്യാറുണ്ട്. സിംഗിൾ പാനലൊന്നും ആരും പലപ്പോഴും ഇതൊന്നും ചെയ്യാറില്ല. അങ്ങനെ കോസ്റ്റ് കുറച്ച് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ പലരും ആ രീതിക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പാനലിന് ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ലൈറ്റിനിങ് കാര്യങ്ങൾ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ പോലും ഈ കമ്പനിക്കാർ നമ്മൾ സമീപിക്കുമ്പോൾ അവർ എങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു പ്രവണത ഉണ്ടാവില്ല. അപ്പൊ അവർ ഇതൊന്നും ലൈറ്റിനിങ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു മാറും. അപ്പൊ നമ്മളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ നമ്മൾ പൈപ്പിംഗ് ഒന്ന് വിഷ്വൽ ചെയ്യും. നമ്മൾ ഈ ഇതിന്റെ MC4ന്റെ പോസിറ്റീവും നെഗറ്റീവും ഈ 2 ഭാഗത്താണ്. അപ്പോൾ അതിന്റെ എൻഡ് വരെ നമ്മൾ പൈപ്പിംഗ് കറക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ISIയുടെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഈ ഒരു എൻഡ് വരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാലുകളൊന്ന് കുറച്ച് സിമെന്റ് ഇട്ട് ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ല. അത് കവർ ചെയ്ത് പോയിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ രീതിക്ക് ചെയ്താൽ മതി. കോൺക്രീറ്റ് ചെയ്യുമ്പോഴേ കുറച്ച് പിന്നെ ഒരു പ്രശ്നമില്ല. ഈ ഭാഗത്തല്ലേ ചോദിച്ചേ? ഓ, അത് കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് കുഴപ്പമില്ല. അത് ഒക്കെ കവർ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം നമുക്ക് ലീഗും കാര്യങ്ങളും വരാം. അപ്പോൾ സ്ട്രക്ചർ ഒന്ന് വിഷ്വൽ ചെയ്യാൻ ഫുള്ളായിട്ട് നമ്മൾ 1.5 16 ഗേജിന്റെ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ എപ്പോക്സി പെയിന്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സാറിനെയാണ്. കാരണം ആൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആൾ തന്നെയാണ് ഇതിന്റെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് താഴത്ത് നമ്മളെ ഇൻവെർട്ടർ, ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് വിഷ്വൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി ഒന്ന് വിഷ്വൽ ചെയ്ത് കാണിച്ചു തരാം. നമ്മള് ബാറ്ററി എന്ന് പറഞ്ഞാൽ UTLന്റെ ബാറ്ററിയാണ്. 200 AHന്റെ ബാറ്ററി. ഒരു 5 ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിയാണ്. C10 കാറ്റഗറി ബാറ്ററിയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ബാറ്ററിയാണ്. നമുക്ക് 5 ഇയർ വാറണ്ടി കിട്ടും. അതുപോലെ നമുക്ക് ഓൺസൈഡ് സർവീസും കിട്ടും. അപ്പൊ സർവീസിന്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. UTLന്റെ ബാറ്ററി എടുക്കുകയാണെങ്കിൽ വളരെ കറക്റ്റ് ആണ്. അതുപോലെ നമ്മൾ UTLന്റെ പാനലുമാണ്, UTLന്റെ ബാറ്ററിയാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് സർവീസും കാര്യങ്ങളും കിട്ടും. അതുപോലെ നമ്മൾ SPSന്റെ ഒരു ഹൈബ്രിഡ് MPPT ഇൻബിൾട്ട് ആയിട്ട് വരുന്ന സിസ്റ്റം, ഇൻബിൾട്ട് ഇൻവെർട്ടർ ആണ് SPSന്റെ. അപ്പൊ ഇതിൽ നമുക്കൊരു 1200 വാട്ട്സ് വരെ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റും. ഒരു 40 ആംപിയർ ആണ്. അപ്പൊ നമുക്കൊരു പിന്നെ 50 VOC ആണ് ഇതിന്റെ വരുന്നത്. 50 VOC നമുക്ക് കൊടുക്കാവുന്ന ഒരു സിസ്റ്റം ആണിത്. അപ്പൊ നമ്മൾ സിംഗിൾ പാനലാണ് 50 VOC കൊടുത്തത്. അപ്പൊ ഭാവിയിൽ നമ്മൾ ഒരു പാനൽ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 2 പാനലാണെങ്കിൽ പാരലായിട്ട് കണക്ഷൻ കൊടുക്കാം. അപ്പൊ ഒരു 1000 വാട്ട്സ് പാനൽ കൊടുക്കാവുന്ന പിന്നെ ഇൻവെർട്ടറും കൂടിയാണ് ഈ SPSന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടർ. അപ്പൊ ഇപ്പൊ അത് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് KCB നമ്മൾ കട്ട് ചെയ്തിട്ട് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ സോളാറിന് വേണ്ടിയിട്ട് നമ്മളൊരു DC ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. DC ബ്രേക്കർ ഒരു ഹാവൽസിന്റെ DC ബ്രേക്കറാണ്. 32 ആംപിയറിന്റെ ബ്രേക്കറാണ്. അത് വിഷ്വൽ ചെയ്യും. ഇത് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ നാളെ രാവിലെ നമ്മളിത് ഓൺ ചെയ്യും. അപ്പൊ ഇന്ന് വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഏകദേശം ഈവനിങ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മളിത് ഓഫിലാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മളിത് ഓൺ ചെയ്ത സമയത്ത് നമ്മൾ ഇതിൽ സോളാറിന്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് വിഷ്വൽ ചെയ്യാൻ കഴിയും കേട്ടോ. ഇത് സോളാറിന്റെ പ്രസൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇത് വിഷ്വൽ ചെയ്യാം.
ഓക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈപ്പാസിന് വേണ്ടി നമ്മൾ ബൈപ്പാസിന് പ്ലഗും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാ അപ്പൊ ഓക്കെ, കൂടുതലൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. ഇനി മധുവിന്റെ അഭിപ്രായങ്ങൾ പറയാം. അല്ല അതല്ല ഞാൻ പറഞ്ഞു, ഇതില് ഇനി ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സംശയം ഇന്നൊന്നുമില്ല. ആ, നാളെ സംശയം വരുമല്ലേ? അതെ, നാളെ സംശയം വരുവാണല്ലേ. ഇനിയിപ്പോ എന്തായാലും കറക്റ്റ് ആയിട്ട് നോക്കുക. ഞാൻ പറഞ്ഞു നാളെ രാവിലെ 10 മണിയാകുമ്പോൾ എനിക്ക് എന്റെ ഡിസ്പ്ലേ ഒന്ന് വീഡിയോ എടുത്തയച്ചു. കാരണം നമുക്ക് ആംബിയറും വോൾട്ടേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാനുള്ള സമയം കിട്ടിയില്ല, കാരണം ലൈറ്റ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് നാളെ രാവിലെ നോക്കുക, ഒരു 10 മണിയാകുമ്പോൾ അതിന്റെ ഡിസ്പ്ലേ വീഡിയോ എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു വെയിലായതിനു ശേഷം ആംബിയറും അതിന്റെ വോൾട്ടേജ് എത്ര വരുന്നത് കറക്റ്റ് വിഷ്വൽ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം, എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ സോളാറിലാണ് എന്തായാലും വർക്ക് ചെയ്യുന്നത്, സോളാർ മോഡിലാണ് നമ്മൾ നാളെ രാവിലെ ഓൺ ആയി കൊടുക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ സീ യു. അപ്പൊ വീഡിയോ കാണാം. വീഡിയോ എന്തായാലും ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഓക്കെ.